അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? ബിടെക് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? ആർക്കാണ് ഈ ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനാണ് വെക്കുന്നത്. കോൺട്രാക്ട് ലേബറെ KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRയിൽ ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ട് എത്ര നാളായി? ഞാൻ അവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ട് പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ഉള്ള പബ്ലിക് സെക്ടർ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ക്ലീഷേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവി 25 കൊല്ലം പുറകെ നടക്കുകയാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല, എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിന് ഒരു 100 രൂപ വരുമാനം ഉണ്ടായാൽ 77 രൂപ കമ്മിറ്റഡ് എക്സ്പെൻസ് ആണ്. എന്താണ്? സാലറി, പെൻഷൻ, പലിശയാണ്. കിഫ്ബിയുടെ ഒക്കെ ചോദിച്ചില്ല, കിഫ്ബിയുടെ ഒക്കെ പലിശ എത്രയാണ്? പലിശ അൾട്ടിമേറ്റ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട് ഒരു 100 രൂപയിൽ കിട്ടുന്ന വരുമാനം? അതുകൊണ്ട് സ്വകാര്യ നിക്ഷേപത്തെ പൂർണ്ണമായി പ്രോത്സാഹിപ്പിക്കും. ഒരു സ്ഥലത്തും പ്രൈവറ്റൈസേഷൻ പ്രഖ്യാപിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമോ? ഇത്രയും വലിയൊരു ധാതു സമ്പത്ത് കേരളത്തിനുണ്ടായിട്ട് ഏറ്റവും വലിയ അപൂർവമായ റയർ എർത്തിന്റെ കോറിഡോറാണ് കേരളം. കാസർഗോഡ് വലിയ ബോക്സൈറ്റ് ഇതാണ്. അത് വളരെ സുതാര്യമായ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ, തൊഴിലുണ്ടാക്കുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ. ഇപ്പൊ എന്തോ പറയുന്നത്, PMA പദ്ധതിയിൽ ഒരു എംബളം ഉണ്ട്. ആ എംബളം വയ്ക്കും. അത് കഴിഞ്ഞ് PMA പദ്ധതി വേണ്ട. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ഒരു പദ്ധതിക്കും പൈസ വരുന്നത്. പേരുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഇടും. അത് UPA ഗവൺമെന്റ് ഉള്ളപ്പോൾ സമയത്തും ഓരോ പേര് വരും. ചിലപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിൽ വരും. ഇന്ദിരാ ആവാസ് യോജനയായിരുന്നു പണ്ട് ഈ PMA പദ്ധതിയുടെ പേര്. ഇന്ദിരാ ആവാസ് യോജന. അതൊക്കെ ഇടും. പേരിലല്ലല്ലോ കാര്യം.